ഹായ്, എൻ്റെ ഗുജറാത്ത് യാത്രകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഗുജറാത്തിലെ ഗോണ്ടൽ എന്ന സ്ഥലത്തുള്ള ബാപ്സ് സ്വാമിനാരായണ ക്ഷേത്രത്തിലാണ്. ഹിന്ദുമതത്തിന്റെ വേറിട്ട ശാഖയും ഒരു പ്രശസ്ത ഹിന്ദുമത സാമൂഹിക സംഘടനയുമായ സ്വാമിനാരായണൻ ശാഖയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ മതങ്ങളിലൊന്നായ ഹിന്ദുമതത്തിൽ വൈവിധ്യമാർന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും നിലവിലുണ്ടെങ്കിലും അവയെല്ലാം ആത്മീയ പ്രബുദ്ധതയുടെയും ദൈവിക സാക്ഷാത്കാരത്തിന്റെയും അന്വേഷണത്തിനായി ഏകീകരിക്കപ്പെടുന്നു. ബോച്ചസൻവാസി അക്ഷരപുരുഷോത്തം സ്വാമിനാരായൺ സംസ്ഥ എന്നതിന്റെ ചുരുക്കപ്പേരായ ബാപ്സ് സ്വാമിനാരായണ സമ്പ്രദായത്തിലെ ഒരു ഹൈന്ദവ വിഭാഗമാണ്. പ്രധാനമായും ഗുജറാത്തി ഹിന്ദുക്കൾക്കിടയിൽ സ്വാമിനാരായൺ പാരമ്പര്യം തുടരുന്ന ബാപ്സ് അതിന്റെ വ്യത്യസ്തമായ ദൈവശാസ്ത്രപരമായ വിശ്വാസങ്ങൾക്കും നേതൃത്വ ഘടനയ്ക്കും ഭഗവാൻ സ്വാമിനാരായണന്റെ പഠിപ്പിക്കലുകൾക്കും പേരുകേട്ടതാണ്. ഹിന്ദുമതത്തിൽ വേരൂന്നിയ ബാപ്സ് അതിന്റെ സ്ഥായിയായ മൂല്യങ്ങൾ, ആത്മീയ ആചാരങ്ങൾ, അഗാധമായ ജ്ഞാനം എന്നിവ കാത്തുസൂക്ഷിക്കുന്നു. അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ഓസ്ട്രേലിയ, കെനിയ, ഉഗാണ്ട, ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലായി 1700-ലധികം ക്ഷേത്രങ്ങൾ ബാപ്സിന്റെ കീഴിലുണ്ട്. അടുത്തിടെ അബുദാബിയിൽ ഉദ്ഘാടനം ചെയ്ത മഹാക്ഷേത്രമാണ് ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കൽ. സങ്കീർണമായ വാസ്തുവിദ്യ, അതിശയിപ്പിക്കുന്ന ശില്പങ്ങൾ, സമൃദ്ധമായ പൂന്തോട്ടങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട 100 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രമാണ് ഏറ്റവും വലിയ ബാപ്സ് മന്ദിർ. 1781 ഉത്തർപ്രദേശിൽ ഘനശ്യാം പാണ്ഡെ എന്ന പേരിൽ ജനിച്ച ഭഗവാൻ സ്വാമിനാരായണൻ 11ാം വയസ്സിൽ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് ഇന്ത്യയിലുടനീളം ഒരു ആത്മീയ യാത്ര ആരംഭിച്ചു. ദൈവത്തെ വിഷ്ണുവിന്റെ രൂപമായ നാരായണൻ ആയി ആരാധിക്കുക, ഹിന്ദു മതഗ്രന്ഥങ്ങൾ പാലിക്കുക, ധാർമ്മിക സമഗ്രത പാലിക്കുക എന്ന തത്വങ്ങൾ നിലനിർത്തി അദ്ദേഹം സ്വാമിനാരായണ സമ്പ്രദായം സ്ഥാപിച്ചു. ഭക്തി, വിനയം, സേവനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ വചനാമൃതം, ശിക്ഷാപത്രി തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഭക്തി വളർത്തിയെടുക്കുകയും ധർമ്മം സ്ഥാപിക്കുകയും ചെയ്ത ദൈവത്തിന്റെ അവതാരമായി അനുയായികൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. തന്റെ ദൗത്യം തുടരാൻ ആത്മീയ നേതാക്കളെ നിയമിച്ചുകൊണ്ട് ഭഗവാൻ സ്വാമിനാരായണൻ 1830-ൽ 49ാം വയസ്സിൽ അന്തരിച്ചു. 1907-ൽ ശാസ്ത്രി മഹാരാജ് സ്ഥാപിച്ച ബാപ്സ് ഭഗവാൻ സ്വാമിനാരായണൻ മുതലുള്ള ആത്മീയ നേതാക്കളുടെ ഒരു പരമ്പരയായ ഗുരുപരമ്പരയെ ഊന്നി പറയുന്നു. ഈ വംശത്തിലെ ഓരോ ഗുരുവും അവരുടെ ദൈവിക അധികാരത്തിനും ആത്മീയ മാർഗനിർദ്ദേശത്തിനും ബഹുമാനിക്കപ്പെടുന്നു. അഹമ്മദാബാദിൽ അന്താരാഷ്ട്ര ആസ്ഥാനമുള്ള ബാപ്സിന്റെ ഇപ്പോഴത്തെ ആത്മീയ നേതാവ് മഹന്ത് സ്വാമി മഹാരാജാണ്. 1822-ൽ അഹമ്മദാബാദിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സർക്കാർ അനുവദിച്ച ഭൂമിയിലാണ് ആദ്യമായി ലക്ഷ്മിനാരായണ മന്ദിർ നിർമ്മിച്ചത്. സ്വാമിനാരായൺ പാരമ്പര്യത്തിൽ ത്രിമൂർത്തികളെ അംഗീകരിക്കുമ്പോൾ തന്നെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയവരെ അവരുടെ സ്വതന്ത്രമായ അസ്തിത്വങ്ങളെക്കാൾ പരമോന്നത ദൈവത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളായിട്ടാണ് കാണുന്നത്. ഒരു പരമോന്നത ദൈവത്തിലുള്ള വിശ്വാസത്തെ ഊന്നിപ്പറയുന്ന സ്വാമിനാരായൺ തത്വചിന്ത ദൈവത്തിൽ മാത്രം ഭക്തി കേന്ദ്രീകരിക്കുന്നു. മുഖ്യധാര ഹിന്ദുമതത്തിൽ നിന്ന് വ്യത്യസ്തമായി ബാപ്സ് മറ്റു ദൈവങ്ങളെക്കാൾ സ്വാമിനാരായണന് പ്രാധാന്യം നൽകുന്നു. അവരുടെ പ്രധാന ഗ്രന്ഥങ്ങളിൽ വചനാമൃതവും സ്വാമിനാരായണ ഭഗവത്ഗീതയും ഉൾപ്പെടുന്നു. സ്വാമിനാരായണ ക്ഷേത്രങ്ങളിൽ സ്വാമിനാരായണനോടൊപ്പം മറ്റുള്ള ദേവീദേവന്മാരുടെയും വിഗ്രഹങ്ങളുണ്ട്. കൂടാതെ ഹൈന്ദവ ആചാരങ്ങൾ, ദീപാവലി, ജന്മാഷ്ടമി, ഹോളി തുടങ്ങിയ ഉത്സവങ്ങൾ വളരെ ഭക്തിയോടെ ആഘോഷിക്കുന്നു. ആശുപത്രികൾ, സ്കൂളുകൾ, ആഗോള മാനുഷിക പദ്ധതികൾ എന്നിവയുൾപ്പെടെയുള്ള വിശാലമായ സാമൂഹിക ജീവകാരുണ്യ സംരംഭങ്ങൾക്ക് ബാപ്സ് പ്രശസ്തമാണ്. ദുരന്ത നിവാരണം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, പരിസ്ഥിതി ശ്രമങ്ങൾ, കമ്മ്യൂണിറ്റി വികസനം എന്നിവ ബാപ്സിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളാണ്. ഗോണ്ടലിലെ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ രാധാകൃഷ്ണ, സീതാറാം, അഷ്ടർ പുരുഷോത്തം മഹാരാജ്, ലക്ഷ്മിനാരായണൻ എന്നിവരും മറ്റ് ആത്മീയ നേതാക്കളുമാണ് പ്രധാന ദേവതകൾ. താഴത്തെ നിലയിൽ അക്ഷരദേരി എന്നറിയപ്പെടുന്ന ക്ഷേത്രമുണ്ട്. ശാശ്വതമായ വാസസ്ഥലം എന്നാണ് ഇതിനർത്ഥം. സ്വാമിനാരായണ സമ്പ്രദായത്തിലെ ബഹുമാനിക്കപ്പെടുന്ന സന്യാസിയായ അക്ഷരബ്രഹ്മൻ ഗുണതീതാനന്ദ സ്വാമിക്ക് സമർപ്പിക്കപ്പെട്ട ഈ ക്ഷേത്രത്തിൽ അദ്ദേഹം ധ്യാനത്തിലൂടെ ആത്മീയ പ്രബുദ്ധത കൈവരിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. 1867-ൽ അദ്ദേഹത്തിന്റെ സംസ്കരണ സ്ഥലത്തെ അടയാളപ്പെടുത്തുന്ന ഈ പുണ്യസ്ഥലത്തെ അതിന്റെ ആത്മീയ പ്രാധാന്യത്താൽ ബഹുമാനിക്കപ്പെടുന്നു. ഇവിടെ ഫോട്ടോഗ്രാഫി നിയന്ത്രിച്ചിരിക്കുകയാണ്. ഭഗവാൻ സ്വാമിനാരായണന്റെ 4ാമത്തെ ആത്മീയ പിൻഗാമിയായിരുന്നു യോഗിജി മഹാരാജ്.
യോഗിജി മഹാരാജ്നി സമാധി എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ സമാധി ഈ സമുച്ചയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1971 ജനുവരിയിൽ ബോംബെയിൽ വെച്ച് അന്തരിച്ച അദ്ദേഹത്തിന്റെ മൃതദേഹം അന്തിമ ചടങ്ങുകൾക്കായി ഗോണ്ടലിലേക്ക് കൊണ്ടുവന്നു. ഗുരുപരമ്പരയിൽ ശാസ്ത്രിജി മഹാരാജിന് ശേഷമുള്ള അക്ഷരത്തിന്റെ അടുത്ത ആവർത്തനമായി യോഗിജി മഹാരാജ് ബഹുമാനിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സമാധി ഭക്തർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അനുഗ്രഹം തേടാനുമുള്ള ഒരു സ്ഥലമായി വർത്തിക്കുന്നു. ഈ മന്ദിരത്തിന്റെ പ്രവേശന കവാടം സങ്കീർണമായ ശില്പങ്ങളും രൂപങ്ങളും കൊണ്ട് അലങ്കൃതമാണ്. അകത്ത് ശ്രീകോവിലിന് മുമ്പിലുള്ള വിശാലമായ സഭാമണ്ഡപം ഭക്തജനങ്ങളുടെ ഒത്തുചേരൽ സ്ഥലമാണ്. ശുദ്ധതയെ പ്രതീകപ്പെടുത്തുന്ന വെളുത്ത മാർബിളിൽ പൊതിഞ്ഞ മന്ദിറിൽ യോഗിജി മഹാരാജിന്റെ മനോഹരമായി കൊത്തിയെടുത്ത മാർബിൾ പ്രതിമയുണ്ട്. ഉള്ളിലെ വിപുലമായ കൊത്തുപണികൾ അനുകമ്പയ്ക്കും ഭക്തിക്കും ഊന്നൽ നൽകിയിരുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തെ വിവരിക്കുന്നു. സങ്കീർണമായ പാറ്റേണുകളാൽ അലങ്കരിച്ച മധ്യഭാഗത്തുള്ള താഴികക്കുടം മുകളിൽ മനോഹരമായി ഉയർന്നു നിൽക്കുന്നു. ശ്രീകോവിലിന് ചുറ്റും കൊത്തുപണികളുള്ള തൂണുകളും ഭക്തർക്കായി പ്രാർത്ഥനകൾക്കായി ഗാലറികളും ഉണ്ട്. അതിനപ്പുറം ശാന്തവും ധ്യാനവും നൽകുന്ന പൂന്തോട്ടങ്ങളുള്ള ഒരു ശാന്തമായ മുറ്റവുമുണ്ട്. ഗോണ്ടലിലെ ബാപ്സ് സ്വാമിനാരായണ ക്ഷേത്രം അതിന്റെ അതിശയകരമായ വാസ്തുവിദ്യയ്ക്കും സങ്കീർണമായ മാർബിൾ കൊത്തുപണികൾക്കും സമാധാനപരമായ ചുറ്റുപാടുകൾക്കും പേരുകേട്ടതാണ്. ക്ഷേത്രങ്ങൾ, ഗ്രന്ഥങ്ങൾ, കമ്മ്യൂണിറ്റി സംരംഭങ്ങൾ എന്നിവയിലൂടെ ഹിന്ദു ആത്മീയതയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം ദൈവവുമായുള്ള ബന്ധം ആഴപ്പെടുത്തുന്നതിനും മനുഷ്യരാശിയെ സേവിക്കുന്നതിനുമുള്ള ഒരു ആധുനിക പ്ലാറ്റ്ഫോം ബാപ്സ് പ്രദാനം ചെയ്യുന്നു. ആഗോളതലത്തിൽ ആത്മീയ വളർച്ച, സാംസ്കാരിക സംരക്ഷണം, സാമൂഹിക ക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന ഹിന്ദുമതത്തിന്റെ നിലനിൽക്കുന്ന പൈതൃകത്തിന്റെ തെളിവായി ഇത് നിലകൊള്ളുന്നു.